ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഹൗ ടു സ്കോർ 30 ഔട്ട് ഓഫ് 30 എന്ന രീതിയിലുള്ള CMA ഇന്ററിൻ്റെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസംബർ 2024 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ എന്താണ് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുക, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാകും, അവിടെ പോയി നോക്കുക. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുമെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു സ്റ്റാർട്ടിങ്ങിലുള്ള സെഷൻ മാത്രമാണ്. സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഓരോരോ ഇയർലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും MCQ സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതല്ലാതെയുള്ള ഔട്ട്സൈഡിൽ നിന്ന് കളക്ട് ചെയ്തതും മെറ്റീരിയൽ ഉള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം പുതിയ ഒരു സെഷനിലേക്ക്. ജൂൺ 2024 MCQ ആണ്. ഞാൻ എക്സാക്ട്ലി എന്താണ് 2022 സിലബസിൽ തന്നെ എടുക്കുന്ന ഒരു വ്യത്യാസമില്ല. പേപ്പർ നമ്പർ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് പോകാം. സെയിം ആണ്, പാറ്റേൺ വ്യത്യാസമൊന്നും തന്നെയില്ല. 2 മാർക്സ് ആണ് പെർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കമ്പൽസറി ആണ്. കമ്പൽസറി എഴുതാതെ പോകരുതെന്നല്ല. You have to, there is no option. First question. Which of the following is not a major source of law in any modern society? Chapter number 1. Introduction to Legal System and Constitution of India. Okay. Which of the following is not a major source? It means all the mentions എന്താണ് സോഴ്സസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് മേജർ സോഴ്സ് അല്ലാത്തത് ഏതാണ്? ഇപ്പം നിങ്ങൾ കേട്ടിട്ടുള്ളത് ഏതിനെക്കുറിച്ചൊക്കെയാണ്? നമ്മൾ കസ്റ്റംസ് കേട്ടിട്ടുണ്ട്, ടൈപ്സ് ഓഫ് കസ്റ്റംസ്. ജുഡീഷ്യൽ പ്രിസിഡൻസും കേട്ടിട്ടുണ്ട്, നല്ലപോലെ കേട്ടിട്ടുണ്ട്. ഇത് രണ്ടിലും നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ കേട്ടത് ലെജിസ്ലേഷനാണ്. നിങ്ങൾ കേൾക്കാത്തത് ഏതാണ്? അതാണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കാത്തതായിരിക്കണമല്ലോ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത്. ഓബിയസ്ലി ഇവിടെ നമ്മൾ കേൾക്കാത്തത് തന്നെയാണ് ഉത്തരം എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഓർഡർ. ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഏതാണ്? പ്രസിഡൻറ്റിൻ്റെ. ഇപ്പോൾ നമ്മളത് പറയുകയാണെങ്കിൽ ഓർഡിനൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓർഡിനൻസ്, അതായത് ഓർഡിനൻസ് എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ പാർലമെൻറ്റ് സെഷൻ കൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, ഇപ്പോൾ കമ്പനീസിൻ്റെ ഓർഡിനൻസ് 2019 വന്നിരുന്നു. അതായത് പറഞ്ഞു വന്നത് പാർലമെൻറ്റ് സെഷൻ കൂടാൻ പറ്റാത്ത സമയത്ത് എമർജൻസി ആയിട്ട് പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുന്ന ആക്ട്, അത് തന്നെയാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത്. ആക്ടിൻ്റെ അതേ ഇമ്പാക്റ്റ് തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാകില്ല. ഇനി സ്റ്റേറ്റിലാണെങ്കിൽ ആരെ ഡിക്ലെയർ ചെയ്യുന്നത്? ഓർഡിനൻസ് ഗവർണറാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നോർമലി പ്രസിഡന്റ് ആണ് ഓർഡിനൻസ് ഡിക്ലെയർ ചെയ്യുക. ഞാൻ പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ പറയുന്നതാണ്. ഓർഡിനൻസ് ഡിക്ലെയറിംഗ് പവർ പ്രസിഡന്റിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതൊരു വലിയൊരു സോഴ്സ് ഒന്നും അല്ല. അതൊരു സോഴ്സ് തന്നെയാണ്, പക്ഷെ അത് വലിയ ഇടയ്ക്കിടയ്ക്ക് ഡിക്ലെയർ ചെയ്യുന്നില്ല. കാരണം മെജോറിറ്റി സമയത്ത് എന്താണ് പാർലമെന്റ് സെഷൻസ് കൂടും. സോ കസ്റ്റംസ് നമുക്കറിയാം, ഒരുപാട് ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഉണ്ട്. ഇമ്മോറൽ കസ്റ്റംസ്, മോറൽ കസ്റ്റംസ് ഒക്കെ ഉണ്ട്. ജുഡീഷ്യൽ പ്രിസിഡൻസ് എന്താണ്? ജുഡീഷ്യൽ പ്രിസിഡൻസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ജഡ്ജ്മെന്റിന് നമ്മൾ ദ ലോ ഓഫ് ദ ലാൻഡ്, പ്രീവിയസ് ജഡ്ജ്മെന്റ്, ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ് എല്ലാ ഹൈക്കോടതിയിലും ബാധകമാകും. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ പ്രിസിഡൻസ്. ലെജിസ്ലേഷൻ, നിയമങ്ങൾ, ഉറപ്പായിട്ട് ഇതെല്ലാം എന്താണ്? സോഴ്സസ് ആണ്. ഇതിനകത്ത് കുറച്ച് വരുന്നതാണ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. രണ്ടാമത്, an agent is a person employed to do any act for any other or to represent another in dealing with the. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫോർത്ത് പേഴ്സൺ. നമ്മൾ കേട്ടിട്ടുള്ളത് ഏതാണ്? തേർഡ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ ഏതാ? പ്രിൻസിപ്പൽ. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ ഏജന്റ്. തിരിച്ചിടാനും കുഴപ്പമില്ല. ദിസ് ഈസ് ദ ഔട്ട്സൈഡർ. അതായത് ഏജന്റ് എന്ന് പറഞ്ഞ ആള് പ്രിൻസിപ്പാലിനെ ആരുമായിട്ട് ബന്ധിക്കുന്ന ആളാണ്? ഔട്ട്സൈഡറായിട്ട്. ഇപ്പം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചൊരു പ്രൊഡക്റ്റ് കൊണ്ടുപോയി കസ്റ്റമേഴ്സിന് വിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം എന്ത് വരാം? ഇവിടെ ഒരു ഡാഷ് വരാം. അപ്പോൾ എന്താണ് ആൻസർ? ഏജന്റ്. ഇവിടെ ഫോർ അനദർ എന്ന് പറയുന്ന അനദർ ആരാ? പ്രിൻസിപ്പാൽ. ഓക്കെ, പ്രിൻസിപ്പാൽ ആണ്, പ്രിൻസിപ്പൽ അല്ല. ഓർത്ത് വയ്ക്കുക, പ്രിൻസിപ്പൽ റൂൾസ്, തത്വങ്ങളൊക്കെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. തേർഡ് പേഴ്സൺ. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇതേത് ചാപ്റ്റർ ആണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഏത് കോൺസെപ്റ്റ്? ഏജൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റിലെ ആൻസർ ആണ്. ഓക്കെ, അടുത്തതായിട്ട്, ഇൻ കേസ് ഓഫ് എ സെയിൽ ബൈ ഓപ്ഷൻ, ഇഫ് ദ സെല്ലർ മേക്സ് എ യൂസ് ഓഫ് പ്രീടെൻഡഡ് ബിഡിംഗ് ടു റേസ് ദ പ്രൈസ്, ദ സെയിൽ ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ്. ഏത് ചാപ്റ്റർ ആണ്? സോഗ. കറക്റ്റ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, അപ്പോൾ നമുക്ക് അറിയാത്തൊരു വാക്കെന്ന് പറയുന്നത് പ്രീടെൻഡഡ്. പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടെങ്കിൽ ഇല്ല,
നമ്മൾ ഉണ്ടെന്ന് കാണിക്കുന്നു, പ്രിറ്റൻഡഡ് കാണിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പം ഞാൻ കണ്ടൊരു സിനിമയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ മരുമകൻ എന്നൊരു സിനിമയിൽ എന്താണ് ഇപ്പോൾ മനപ്പുറം ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലേലം, അതറിയാലോ അല്ലേ? ഓക്കെ, ഇപ്പം ഞാൻ എന്താണ് ഒരു ലേലം വിളിക്കുന്നു 10,000 രൂപ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു ഗൂഡ്സിന് ഒരുപാട് വില കിട്ടാൻ വേണ്ടി എന്നെ എന്താണ് ഒരാളങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് പാർട്ടി 12,000, അപ്പോൾ എനിക്ക് കുറച്ച് വാശി കയറി 13,000, അങ്ങനെ പോയി അവസാനം എന്താണ് 10,000 വില വരുന്ന സാധനം ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് മേടിപ്പിക്കുന്നു. ശരിക്കും എന്നെ കൊണ്ട് ആരാ മേടിപ്പിച്ചത്? എന്നെ കൊണ്ട് മേടിപ്പിച്ചതാ. ഹീ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് റെപ്രസെൻറ്റിംഗ് ദ സെല്ലർ. ഓക്കെ, ഇത് ഭാഷ, അങ്ങനത്തെ ഒരുപാട് സിനിമകളിൽ ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബയ്യർ ആരാ? ബയ്യർ എന്ന് പറഞ്ഞാൽ ഞാനാണ്. കറക്റ്റാ, ഞാനാണ് ബയ്യർ. അപ്പോൾ 10,000 രൂപ വില വരുന്ന ഒരു സാധനം 10 ലക്ഷം രൂപയ്ക്കൊണ്ട് എന്നെ കൊണ്ട് ആര് വാങ്ങിപ്പിച്ചു? സെല്ലർ വാങ്ങിപ്പിച്ചു. അതായത് ഈ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ ശരിക്കും ഞാൻ എന്ത് ചെയ്യപ്പെട്ടതാണ്? ഞാൻ ചതിക്കപ്പെട്ടതാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഫ്രോഡാണ് അല്ലേ? ഫ്രോഡ് ആയാൽ ഒരു കോൺട്രാക്ട് എന്താവുക? കോയർഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇവിടെയൊക്കെ കോൺട്രാക്ട് എന്താകുന്നത്? വാലിഡാ, വോയിഡാ, വോയിഡേബിൾ ആണ്. കാരണം ഈ 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ചത് ആരാണ്? ഞാനാണ്. മൈ ഓപ്ഷൻ. നാളെ ഇത് അയ്യോ ഞാൻ ചതിക്കപ്പെട്ടതാണെന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. സോ ഐ ഹാവ് 2 ഓപ്ഷൻ. ക്ലിയറാ? അപ്പോൾ ഇവിടെ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ആരാണ് നാളെ ഈ കോൺട്രാക്റ്റിന് വോയിഡ് ആകുന്നത്? എപ്പോഴും നമുക്കറിയാം വോയിഡേബിൾ ആക്കുന്ന ആരാണ്? ഉറപ്പായിട്ടും അഗ്രീവ്ഡ് പാർട്ടിയാണ്. ആർക്കാണോ പ്രശ്നം സംഭവിച്ചത് അവരാണ് കോൺട്രാക്റ്റിനെ വോയിഡേബിൾ ആക്കുന്നത്. ഇവിടെ പ്രശ്നം സംഭവിച്ചത് ആർക്കാ? ബയ്യറിനാണ്. ക്ലിയറാ? ഇപ്പം ഡീലർ എന്ന് പറയുമ്പോൾ ഈവൻ ഓപ്ഷനിയർ ആണെങ്കിലും ഒരു ഇതുമില്ല. കൺസ്യൂമർ, ശരിക്കും പറഞ്ഞാൽ ബയ്യർ കൺസ്യൂമർ റിലവൻ്റ് ആണ്. പക്ഷെ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമ്മൾ കൺസ്യൂമർ എന്നൊരു വാക്ക് യൂസ് ചെയ്യില്ല. 2 വാക്ക് മാത്രമേ ഉള്ളൂ. ബയ്യർ ആൻഡ് സെല്ലർ എന്ന് പറഞ്ഞ 2 വാക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആൻസർ നമ്മുടെ എട്ട് ഓപ്ഷൻ ഓഫ് ദ ബയ്യർ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നു ബയ്യർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എട്ട് ഓപ്ഷൻ ഓഫ് ദ ബയ്യർ. അപ്പോൾ അത് ക്ലിയർ ആയി. അടുത്തത്, which one of the following is not a type of endorsement in case of negotiable instrument? നമ്മൾ പല ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻഡോഴ്സ്മെന്റ്? നമ്മൾ ഫർദർ ട്രാൻസ്ഫർ ചെയ്യുന്ന കോൺസെപ്റ്റ് പേരാണ് എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സർ വരും, എൻഡോസി വരും. ഏത് കോൺസെപ്റ്റ് ആണ്? ചാപ്റ്റർ നെയിം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ബ്ലാങ്ക് ഇൻസ്ട്രുമെന്റ്, ട്രാൻസ്ഫറി നെയിം ഈസ്, എൻഡോർസീസ് നെയിം ഈസ് ആബ്സെന്റ്. ഫുൾ എൻഡോഴ്സ്മെന്റ്, എൻഡോഴ്സറും എൻഡോഴ്സിന്റെ പേരും ഉണ്ടാകും. റിട്ടൺ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് പഠിച്ചിട്ടില്ല. പക്ഷേ എൻഡോഴ്സ്മെന്റ് എപ്പോഴും എന്തായിരിക്കും? റിട്ടൺ ആയിരിക്കും. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർദർ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതായത് ഇപ്പം ഞാൻ എൻഡോസ് ചെയ്ത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ എൻഡോസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് കോൾഡ് ആസ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ഉണ്ടല്ലോ, ഈ റിട്ടൺ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അല്ല. ആ എൻഡോഴ്സ്മെന്റ് റിട്ടൺ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്താണ്? ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിട്ടൺ ടൈപ്പ് അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ സി എന്ന് പറയുന്നതാണ്, നോട്ടാണ്. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? വേറെ എന്തെങ്കിലുമൊക്കെ നൽകിയിട്ട് വിച്ച് ഈസ് ദാറ്റ് ഫോളോവിങ് ടൈപ്പ് ഐഡന്റിഫൈ, അങ്ങനെ പോസിറ്റീവും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഒരു MCQ പഠിക്കും, അതിൻ്റെ മറ്റ് വശങ്ങൾ എന്താണ് നമ്മൾ പഠിക്കണം. ക്ലിയർ? യെസ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൂടെ നമ്മൾ വിട്ടുപോയി. ഹൂ മേക്സ് അപ്പ് റിട്ടേൺ ബിഡിങ്? സെല്ലർ മേക്സ് യൂസ് ഓഫ്. ഒരാളെ വെച്ചിട്ടോ അല്ലെങ്കിൽ അവൻ തന്നെയോ സെല്ലർ മേക്സ്. അപ്പോൾ അടുത്ത ചോദ്യം ചിലപ്പോൾ MCQ ഇത് വരാം. ഏത് വരാം? നമ്മളെല്ലാം പ്രതീക്ഷിക്കണം. ഓക്കെ, എല്ലാ രീതിയിലും നമ്മൾ പ്രതീക്ഷിച്ചാലേ നമുക്കത് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അടുത്തത്, ദ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം. ഇംപ്ലൈഡ് അതോറിറ്റി, പാർട്ട്ണർ എവിടെ വരുന്നത്? ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഓക്കെ, ഇവിടെയും ഓർത്ത് വെക്കുക. നിങ്ങൾ കേട്ടിരിക്കുന്നത് ഏത് മാത്രമാണ് ആദ്യം ആലോചിക്കുക. ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പാർട്ട്ണറിന് ചെയ്യാൻ പറ്റുന്ന ചില റൈറ്റ്സിനെ കുറിച്ചാണ്. അതോറിറ്റി എന്തൊക്കെയുണ്ട്? ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം ഇൻ ദ വിച്ച് വേ. ഏതാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്? ഏതാണ്? ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കേട്ടിട്ടുള്ളതും യൂഷ്വൽ വേ ആണ്. കാഷ്വൽ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ട്. അൺയൂഷ്വൽ വാക്കും കോമൺ ആണ്. സ്പെഷ്യൽ എന്നൊരു വാക്കും കോമൺ ആണ്. നിങ്ങൾ പഠിച്ച ഈ പറഞ്ഞ IP എന്നൊരു ചാപ്റ്ററിൽ, പാർട്ട്ണർഷിപ്പ് എന്നൊരു ചാപ്റ്റർ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയ വേർഡ് ഏതാണ്? യൂഷ്വൽ ആണ്. യൂഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
സാധാരണ ചെയ്യുന്ന രീതിയിൽ. അത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പാർട്ട്ണർ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു. ഓക്കെ, ഇപ്പോൾ എന്നെ ഒരു ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചു. ഓക്കെ, ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചു. ഞാനൊരു പാർട്ട്ണർ എന്ന രീതിയിൽ ചിന്തിച്ചു. ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചു. എന്നോട് ക്ലാസ് മാത്രം എടുക്കാൻ ഏൽപ്പിച്ചേ. ഞാൻ എൻ്റെ കൂടെ എന്തൊക്കെ ചെയ്യും? നിങ്ങൾക്ക് എക്സാംസ് കണക്ട് ചെയ്യും, നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യും, നിങ്ങളെ കൊണ്ട് നോട്ട്സ് ഞാൻ എഴുതിപ്പിക്കും. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. സോ ദീസ് ആർ മൈ ഇംപ്ലൈഡ് പവേഴ്സ്. കാരണം ദാറ്റ് ഈസ് ദ യൂഷ്വൽ വേ ഓഫ് ഡൂയിങ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് യൂഷ്വൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആൻസർ ഏതാണ്? യൂഷ്വൽ വേ ആണ്. ചാപ്റ്റർ 5 ഓഫ് ദ ഫാക്ടറീസ് ആക്ട്. ഇവിടെ നമുക്ക് ഒരു പിടിയും കിട്ടില്ല, കാരണം ഇത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതോടെ നമുക്ക് എന്താണ്, കാർക്കെ കുത്താന്ന് മാത്രം. ചാപ്റ്റർ 5 ഓഫ് ദ ഫാക്ടറീസ് ആക്ട് 19 പ്രൊവൈഡ്സ് എന്തിനെ കുറിച്ചാണ്? കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാത്ത രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്പറേറ്റീവ് മെഷറും റീക്രിയേറ്റീവ് മെഷറും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്, ഗുരുജി 2 നെഗറ്റീവ് ആൻസർ നമുക്ക് പറഞ്ഞു വിടാം. പക്ഷേ ഇതിൽ രണ്ടിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഉറപ്പായിട്ട് കൺഫ്യൂഷൻ ആകും. കാരണം ഇത് രണ്ടും നമ്മൾ പഠിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 5 ശരിക്കും പറഞ്ഞാൽ ചാപ്റ്റർ 5 ആൻസർ വെൽഫെയർ മെഷർ തന്നെയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എന്താണ് ചാപ്റ്റർ 3 യോട് തുടങ്ങും. ചാപ്റ്റർ 3, 4, 4A and 5. ഹെൽത്ത് മെഷേഴ്സ്, സേഫ്റ്റി മെഷേഴ്സ്, ഹസാർഡസ് ആൻഡ് വെൽഫെയർ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് ചോദിക്കാം, ഇത് ചോദിക്കാം, ഇത് ചോദിക്കാം. ക്ലിയർ ആണോ? അപ്പോൾ അടുത്ത പ്രാവശ്യം ഏതാ ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. ഇതിലും ചോദിക്കാം, ഒന്നരാടം ചോദിക്കാം. ക്ലിയർ ആണോ? യെസ്. മുന്നോട്ടൊക്കെ 6 ഒക്കെ വരുമ്പോൾ വർക്കിംഗ് ഹവേഴ്സിനെ കുറിച്ചൊക്കെയാണ്. പക്ഷേ ഇത് റിലേറ്റഡ് ചോദിക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും അല്ല റിലേറ്റഡ്. ഏതൊക്കെ നമുക്ക് അറിയണം, അതിൻ്റെ എക്സാക്ട്ലി റിലേറ്റഡ് ഏതൊക്കെയാണ് അത് മാത്രം നമ്മൾ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് സെക്ഷൻ 55. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതാണെന്ന് നോക്കുക. സെക്ഷൻ 55 ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ എല്ലാ സെക്ഷൻസും ഒന്നും പഠിക്കാൻ, നമ്മൾ സെക്ഷൻസേ പഠിക്കുന്നില്ല. പക്ഷേ എന്നാൽ നമുക്ക് എങ്ങനെ കറക്കി കൂത്താൻ നല്ല പോലെ എന്നുണ്ടോ. സെക്ഷൻ 55 ഓഫ് കോഡ് ഓൺ വേജസ് ആക്ട് 2019 നമ്മൾ കേട്ടിട്ടതാണ് പെനാൽറ്റി ഫോർ ഒഫൻസസ്. ഉറപ്പായിട്ടും പെനാൽറ്റി ഫോർ ഒഫൻസ് വരും. ഇമ്പാക്ട് ഓഫ് ഒഫൻസസ് ഇത് കുറച്ച് റെയർ ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, ടോക്സ് അബൌട്ട് പെനാൽറ്റി ഫോർ ഒഫൻസസ്. ജനറൽ കോൺസെപ്റ്റ് ആണ്. ഇവിടെയും കറക്കി കുത്തുമ്പോൾ 3 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഇവിടെ 3 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഏതിനും എന്താണ്, നമുക്ക് എന്തിട്ടാലും എല്ലാം ശരിയാണെന്ന് പോലെ തോന്നത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സെക്ഷൻ 55 എന്ന് പറയുന്നത് അതൊരു അത്ര വലിയൊരു സെക്ഷൻ ഒന്നും അല്ല കേട്ടോ, ഒരു ജനറൽ സെക്ഷനാണ്. അപ്പോൾ ഈ സെക്ഷൻസ് പഠിക്കാത്തവർക്ക് ചിലപ്പോൾ 2 മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും സെക്ഷൻസ് എന്നൊക്കെ എവിടെ നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് വരും. അതെല്ലാം ഒരു എക്സാമിനേഷൻ. അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി എൻറ്റയർലി ബാക്കിയുള്ള നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 മാർക്കല്ലേ പോട്ടെ, കറക്കി കുത്തി ശരിയായാലും. അപ്പോൾ ഇവിടെ സെക്ഷൻ 55 എന്ന് പറയുന്നത് ഒഫൻസസ് ബൈ കമ്പനീസ് ആണ്. കാരണം അത് നമുക്ക് 55 ഇങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ തൽക്കാലം അങ്ങനെ വരുന്ന കോൺസെപ്റ്റിൽ ഒന്ന് ജസ്റ്റ് ഒരുപാട് ആലോചിച്ച സമയം കളയല്ലേ, ഇനി ഒഫൻസസ് ആണ്, അതിനുവേണ്ടി സമയം കളയണ്ട. ഒരുപാട് നമുക്ക് അറിയാവുന്നതിൽ വർക്ക് ചെയ്യാൻ സമയം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഒഫൻസസ് ബൈ കമ്പനീസ് ആണ്. കമ്പനീസ് ഒഫൻസ് ചെയ്താൽ എങ്ങനെയാണ് പെനാൽറ്റി, കമ്പനി ആൻഡ് എവറി ഓഫീസർ ഡിഫോൾട്ട്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്യൂ കെയർ എടുത്തിരുന്നതൊക്കെ പറഞ്ഞ് അവർ പ്രൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതേതാണ് കമ്പനീസ് ആക്ട് തന്നെയാണ്, സോറി കോഡ് ഓൺ വേജസ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലോസും ഫസ്റ്റ് ഇതും കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് ആണ്. Dash means a company in which that other company has a significant influence but it is not a subsidiary company of the company having such influence and includes a joint venture. ഇത് നിങ്ങൾക്ക് വളരെ നല്ലപോലെ അറിയാവുന്നൊരു സംഭവമാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമുക്കൊരു കീ ടേം ഏതായിരുന്നു? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ആണ്. എന്താ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്? അറ്റ്ലീസ്റ്റ് 20% എങ്കിലും വോട്ടിംഗ് പവർ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. അത് ഏത് കമ്പനിയാണ്? അസോസിയേറ്റ് എന്നൊരു കമ്പനിയാണ്. അതായത് ABC എന്നൊരു കമ്പനി, ABL എന്ന് പറഞ്ഞൊരു കമ്പനി, XYN എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 20% എങ്കിലും ഷെയർ ക്യാപിറ്റൽ DVR ഉണ്ടെങ്കിൽ, വോട്ടിംഗ് റൈറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് XYN ഈസ് കോൾഡ് ആസ് അസോസിയേറ്റ് കമ്പനി. കൊളോക്കിയൽ ലാംഗ്വേജ് നമ്മൾ ഇതിനെ പാരൻറ്റ് കമ്പനി എന്നും പറയും. ഓക്കെ, ഇതൊക്കെ ഡെഫിനേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെഫിനേഷൻസിൽ എപ്പോഴും നമ്മൾ ഏത് ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചാലുണ്ടല്ലോ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് എന്ന് നമ്മൾ ഒരു ടെക്നിക്കൽ ടെർം പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഓരോരോ വേർഡ്സ് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് ഞാൻ ബാക്കിയത് ഹോൾഡിംഗും സ്മോളും ഫോറും ഒന്നും പറയുന്നില്ല. നെക്സ്റ്റ് ആനുവൽ റിട്ടേൺ ഓഫ് OPC ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കമ്പനി സെക്രട്ടറി ഷാൽ ബി സൈൻഡ് ബൈ. നോർമലി സെക്ഷൻ 92 എന്താ പറയുന്നത്? Annual return should be signed by director plus company secretary if there is no company secretary practicing company secretary.
ക്ലിയർ ആണോ? ഇത് അടുത്ത പ്രാവശ്യത്തിന് വേറൊരു ചോദ്യം. ഇനി ആനുവൽ റിട്ടേൺ സെക്ഷൻ വേറൊരു ചോദ്യം. ഇനി OPC സ്മോൾ കമ്പനി ഒക്കെ ആണെങ്കിൽ ഡയറക്ടർ പ്ലസ് CS തന്നെയാണ്, അതിൻ്റെ അകത്ത് വ്യത്യാസം ഇല്ല കേട്ടോ. ഒരു പക്ഷേ CS ഇല്ലെങ്കിൽ ഇയാൾ മാത്രം സൈൻ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ കൺഫ്യൂഷനുള്ള ഏതാണ്? ബാങ്കർ നമുക്ക് ഒരിക്കലും വരില്ല, ലീഗൽ ഓഫീസർ എന്ന ടേം നമ്മൾ കേട്ടിട്ടില്ല. ഇനി കൺഫ്യൂഷൻ വരുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട്, അതായത് ഈ ഓഫീസിനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് സാധാ ആനുവൽ റിട്ടേണിനെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെയും കൺഫ്യൂഷൻ ആകും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആനുവൽ റിട്ടേൺ ഓഫ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഷാൽ ബി സൈൻഡ് ബൈ. ഓക്കെ, in there is absence of company secretary, option practicing company secretary, so that is option. ക്ലിയർ ആണോ? അപ്പോൾ OPCക്ക് സ്മോൾ കമ്പനിക്ക് മാത്രമാണ് ആ ഒരു എക്സംഷൻ പറ്റുന്നത്. കാരണം ഇവരുടെ രണ്ടുപേരുടെ ഏത് ഫോമാണ്? ആനുവൽ റിട്ടേണിൻ്റെ ഫോം ഏതാ? MGT 7 ആണ്. OPCക്കൊക്കെയോ 7A. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോണ്ടല്ലോ, നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചു പോകണം. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഡെവലപ്പ് ആകുന്നത്. നെക്സ്റ്റ്, ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, കുറച്ച് അറിഞ്ഞാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സ്റ്റാർട്ടപ്പ് കമ്പനി മേ ഇഷ്യൂ സ്വെറ്റ് ഈക്വിറ്റി ഷെയർസ് നോട്ട് എക്സീഡിംഗ് ഡാഷ് അപ് ടു ദ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സ്വെറ്റ് ഈക്വിറ്റി ഷെയർസ് മാക്സിമം എത്ര ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്? 15% ആണ്. ഇയർലിയോ 25% ആണ്. ഇതാണ് സാധാരണ കമ്പനിക്ക്. ക്ലിയർ ആണോ? അറ്റ് എ ടൈം ഫിനാൻഷ്യലി 15%, ഓവറോൾ അഗ്രിഗേറ്റ് എന്താണ് 25% ഫുൾ ഒരു കമ്പനിയുടെ. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് മാത്രം എന്താണ് എവിടം വരെ എക്സംഷൻ? അപ്പോൾ നമുക്ക് 15% ഫൈനാൻഷ്യൽ ഇയർ, 25% അഗ്രിഗേറ്റ്, 10% വരില്ല. ഓബിയസ്ലി 50%, മാക്സിമം 50% വരെ എന്താണ് ഈ 25% എന്നുള്ളത് എത്ര വരും? 50% എന്ന് വരും. ഓക്കെ, ഏത് കമ്പനിക്ക് മാത്രമാണ്? സ്റ്റാർട്ടപ്സിനും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11th ആണ്. Where the equity shares of the companies are listed on a recognized stock exchange, the employee stock option scheme shall be issued in accordance with the regulations made by. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് ഈ പറഞ്ഞ ഈക്വിറ്റി ഷെയർസിനെ കുറിച്ചോ അതിനെക്കുറിച്ച് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് ഒന്നുമല്ല നോക്കുന്നത്. ഒരു കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ അവിടെ വരുന്ന റെഗുലേറ്റഡ് ആരാ? ഉറപ്പായിട്ടും സെബി ആണ്. അത്രയും തന്നെ ഉള്ളൂ. ഓക്കെ, ഒരു പക്ഷേ സെബി അല്ലെങ്കിൽ ഇറ്റ്സ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കൺസേൺഡ് കമ്പനി എല്ലാം തന്നെ വരും. ഓക്കെ, കമ്പനീസ് ആക്ട്. അപ്പോൾ ഇവിടെ ലിസ്റ്റഡ് ആയതുകൊണ്ട് ലിസ്റ്റഡിൻ്റെ എന്ത് റെഗുലേഷൻസ് വന്നാലും നിങ്ങൾ അപ്പം സെബിയുടെ പുറകെ പൊക്കോട്ടോ, ലിസ്റ്റഡിൻ്റെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ അതും കമ്പനീസ് ആക്ട് ആണ്. വേർ ഓഡിറ്റർ, ഇത് കുറച്ചും കൂടെ എന്താണ് ട്രിക്കിയാണ്. വേർ ഓഡിറ്റർ ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ ഇൻഫോർമേഷൻസ് പ്രൊവൈഡഡ് ആൻഡ് ഫൈൻസ് ദാറ്റ് ഹി കനോട്ട് എക്സ്പ്രസ് എ പ്രോപ്പർ ഒപ്പീനിയൻ ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ഹി വിൽ ഇഷ്യൂ. ഇതിൻ്റെ അകത്തും ഇവിടെ എന്താണ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവന് ഒരു കാര്യത്തിൽ ഓൺ ദ സ്റ്റേറ്റ്മെന്റ് മീൻസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോപ്പർ ഒപ്പീനിയൻ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവനൊരു റിപ്പോർട്ട് കൊടുക്കും. അവൻ എന്താ കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഐഡിയ ചെയ്യാൻ പറ്റുന്നത്, ക്ലൂ തരാം, ഒപ്പീനിയനാണ് ആൻസറിൽ വരിക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എടുത്തു കളയാം. കറക്റ്റാ? ഒപ്പീനിയനാണ്. ഇപ്പം ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പ്രോപ്പർ, അതായത് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണമല്ലോ, എനിക്കൊരു പ്രോപ്പർ ഒപ്പീനിയൻ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ കൊടുക്കുക? പ്രോപ്പർ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ കമ്പനി തെറ്റ് ചെയ്തൊന്നല്ല, എനിക്കൊരു പറയാൻ വാക്കുകളില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വേണമെങ്കിൽ എടുത്തോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് പറയും? ക്ലീൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ക്ലീൻ, ഒരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അതല്ല. ഇനി അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിയല്ല, നിങ്ങൾ അങ്ങനെ ചെയ്തു, മിസ്സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു, അപ്പോൾ അതും അല്ല. ഓക്കെ, ഈ ഡിസ്ക്ലൈമറും ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എന്താണ് സിമിലർ ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഈ ക്വാളിഫൈഡ് റിപ്പോർട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കമ്പനി ഇപ്പോൾ ഗ്യാപ്പ്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല, അതായത് ഒരു ഇഷ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഓഡിറ്റർ, അത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ നമ്മൾ പറയും. ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ ക്വാളിഫൈഡ് ആ ഒരു സംഭവം അല്ല കേട്ടോ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ക്ലൈമർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഗ്യാപ്പ് ഉണ്ട് ആക്ച്വലി ട്രാൻസാക്ഷൻ തമ്മിൽ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയുടെ മേളിലൊരു വിശ്വസ്തത കുറവുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനൊരു ഡിസ്ക്ലൈമർ കൊടുക്കില്ല. നമ്മളിപ്പോൾ
സിനിമ കാണുന്നേക്കാൾ മുമ്പ് ഇതിൻ്റെ ഈ സിനിമയിൽ ആരും ഇങ്ങനെ നമ്മൾ അനിമൽസ് ഹാം ചെയ്തിട്ടില്ല, ഡിസ്ക്ലൈമർ എന്നൊരു സംഭവം. അതേ രീതിയിൽ എനിക്കൊരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്നില്ല. ഐ ഹാവ് ലാക്ക് ഓൺ കോൺഫിഡൻസ് ഇൻ ദ ട്രാൻസ്പെറൻസി ഓഫ് ദ കമ്പനി. അപ്പോൾ ഈ സിനാരിയോ നമ്മൾ കൊടുക്കുന്ന സംഭവത്തിൻ്റെ പേരാണ് ഡിസ്ക്ലൈമർ. അപ്പോൾ ഇവിടെ എനിക്കൊരു പ്രോപ്പർ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് യു ക്യാൻ ഗീവ് ദ പ്രോപ്പർ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കുക. സോ ദിസ് വിൽ ബി ദ ആൻസർ എന്ന് പറയുന്നത് ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ്, എവറി ലിസ്റ്റഡ് കമ്പനി ഷാൽ എസ്റ്റാബ്ലിഷ് എ വിസിൽ മെക്കാനിസം അല്ലെങ്കിൽ വിസിൽ ബ്ലോവർ പോളിസി ഉണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ഈ പറഞ്ഞ വിസിൽ ബ്ലോവർ പോളിസി ഉള്ളത്? കമ്പനീസ് ആക്ടിൻ്റെ 177 സബ്സെക്ഷൻ 9ലും 10ലും ഒക്കെയാണ് നമ്മളുടെ ഈ പറഞ്ഞ വിസിൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഇത്ര മാത്രമാണ് നമ്മൾ വിസിലടിക്കുന്നത്. എപ്പോഴാണ് എന്തോ ഒരു പ്രശ്നമുള്ളപ്പോൾ ഫൗൾ ആകുമ്പോഴൊക്കെ നമ്മൾ വിസിലടിക്കുന്നത്, എന്തെങ്കിലും ഒരു കോഷൻ ഉള്ളപ്പോഴാണ് വിസിലടിക്കുന്നത്. സെയിം ഇത്ര മാത്രമേ ഉള്ളൂ. കമ്പനിയിൽ ഡയറക്ടേഴ്സും എംപ്ലോയീസും അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് പവറിലുള്ള ആൾ തങ്ങളുടെ പവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺഎത്തിക്കൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമിൻ്റെ പേരാണ് വിസിൽ മെക്കാനിസം അല്ലെങ്കിൽ വിസിൽ ബ്ലോവർ പോളിസി എന്ന് പറയുന്നത്. നമുക്ക് ഇത് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു കമ്പനിയിലെ എംപ്ലോയീസിനും ഓൾ ടൈപ്സ് ഓഫ് എംപ്ലോയീസിനും അതേപോലെ തന്നെ ഡയറക്ടേഴ്സിനും അവൈലബിൾ ആണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ഓഡിറ്റ് കമ്മിറ്റിനെ ബന്ധപ്പെടാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇങ്ങനെയാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ ദാറ്റ് കൺസെപ്റ്റ്. അപ്പോൾ ഇത് അവൈലബിൾ ആകുന്ന ആർക്കാണ്? ദിസ് ഈസ് ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസിനാണ്. അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് എല്ലായിടത്തും വരുന്നുണ്ട്, കോമൺ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം റിലേറ്റഡ് ആണ്. കസ്റ്റമേഴ്സ് നമുക്കൊരിക്കലും വരില്ല. ഫൈനാൻസർ എന്നൊരു വാക്ക് നമുക്കന്നെ വരില്ല. പിന്നെ കൺഫ്യൂഷൻ ആവുന്നത് ഇത് രണ്ടുമാണ്. കാരണം ഓഡിറ്റേഴ്സും എംപ്ലോയീസ് എന്ന് പറയുന്നതും, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡയറക്ടേഴ്സും എംപ്ലോയീസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ രണ്ട് കൺഫ്യൂഷൻ നമുക്ക് വരും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിലും ലിസ്റ്റഡ് അല്ലാത്ത ചില കമ്പനീസിനും ഇത് അപ്ലിക്കബിൾ ആണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസിനാണ് ഈ പറഞ്ഞ ഒരു പ്രശ്നം ഉള്ളത്. ഓക്കെ, ഒരു അവൈലബിലിറ്റി ഉള്ളത്. നെക്സ്റ്റ്, ഇനി രണ്ടും എത്തിക്സിൻ്റെ കോൺസെപ്റ്റ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആട്രിബ്യൂട്ട് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്? ഓക്കെ, ഈ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏത് അല്ല എന്നാണ് ചോദിക്കുന്നത്. ഇതും ഒരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട്, അത് എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? നമുക്ക് 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? സെൽഫ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഇനി സെൽഫ് അവെയർനെസ് ഉണ്ട്, സോഷ്യൽ അവെയർനെസ് ഉണ്ട്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഉണ്ട്. സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ യു ആർ ഏബിൾ ടു കൺട്രോൾ യുവർ ഇമോഷൻസ്. ഇൻ സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ you are identifying your emotions, what is your strength and weakness, and social awareness like an empathy, and a relationship management, how to maintain a good relationship, how to communicate clearly. ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബന്ധമില്ലാതെ കിടക്കുന്നത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ഓബിയസ്ലി ആൻസർ ഏതാണ്? കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ആണ്. ക്ലിയർ അല്ലേ? ദ ലാസ്റ്റ് വൺ, ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ലോർഡ് നോളൻ്റെ 7 പ്രിൻസിപ്പൽസ് ഓഫ് പബ്ലിക് ലൈഫ് നമ്മൾ എപ്പോഴും നോക്കുന്നൊരു സംഭവമാണ്. അതിൻ്റെ അകത്ത് കൃത്യം നോക്കുക. ഹോൾഡേഴ്സ് ഓഫ് പബ്ലിക് ഓഫീസ് മസ്റ്റ് ആക്ട്, take decisions impartially, fairly, and on merit using the best evidence and without discrimination or bias. This principle of public life is known as. You have to study all the 7. ഇവിടെ നമുക്ക് അറിയത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതിനെ മലയാളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത്. കാരണം ഇതിൻ്റെ വേർഡിങ്സ് ഒക്കെ കുറച്ചും കൂടെ വ്യത്യസ്തതയുണ്ട്. ഹോണസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്വസത, സെൽഫ്ലെസ് ഒന്നും നമുക്കൊണ്ട് ചെയ്യരുത് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോണസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും വിശ്വസ്തത എന്നൊരു വാക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതല്ല. സെൽഫ്ലെസ്നെസ്, നിങ്ങൾ എന്ത് ചെയ്താലും പൊതു താല്പര്യത്തിന് വേണ്ടി ചെയ്യുക. ഇവിടെ നമ്മൾ പൊതു താല്പര്യത്തിന് വേണ്ടി ചെയ്യാന്നല്ല, ഇംപാർഷ്യലി ആണ് മെയിൻ ആയിട്ടുള്ള വരുന്ന വേർഡ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിവിറ്റിയും ഇൻറ്റഗ്രിറ്റിയും നോക്കുന്ന സമയത്ത് രണ്ടിനും ചെറിയ രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. പക്ഷേ ഇവിടെ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്ക് വരുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ എന്ത് ചെയ്താലും എൻ്റെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി ഞാൻ ചെയ്യരുത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെയോ ഫ്രണ്ട്സിൻ്റെയോ ലാഭത്തിന് വേണ്ടി ഞാൻ ചെയ്യരുത്. അപ്പോൾ സെൽഫ്ലെസ്സിന് വേണ്ടിയും റിലേറ്റഡ് ആയ ഒരു പ്രൊവിഷൻസ് ആണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഇംപാർഷ്യലായിട്ട് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത്. എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ബയാസ് ആകാതെ നേരെ വാ നേരെ പോ, ഞാൻ തെറ്റ് ചൂണ്ടിക്കാണിക്കും, ഞാൻ എന്തും തുറന്നടിച്ച് പറയും. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇന്ന് തന്നെ നോക്കുക 7 പ്രിൻസിപ്പൾസ് ഓഫ് പബ്ലിക് ലൈഫ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യം നോക്കുക. നമുക്ക് എപ്പോഴും ഇവിടെ ഞാൻ പറഞ്ഞു സാർ ഇതെല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്തോ? ഇപ്പോൾ ഒബ്ജക്റ്റിവിറ്റി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപാർഷ്യലി, ഫെയർലി
അല്ലെങ്കിൽ ദ മെരിറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില വാക്കുകൾ എന്താണ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി വന്നാൽ മെരിറ്റ് എന്നോട് പറയണം. സോ കംപ്ലീറ്റ്ലി അവർ ഡെഫിനേഷൻ നൽകുകയുള്ളൂ. ഒരിക്കലും എന്താണ് നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഒരു ഡെഫിനേഷൻ അവർ നൽകില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ജൂൺ 2024 എന്താണ് എല്ലാ MCQയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾ ചോദിക്കുക. ഇപ്പോൾ നമ്മൾ എക്സാമിന് മുമ്പ് എല്ലാം മാക്സിമം നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റുമോ അത്രയും MCQs എന്താണ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പാസ്റ്റ് ഞാൻ വീഡിയോ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുൾ സ്റ്റഡി മെറ്റീരിയൽ കവർ ചെയ്യുന്നു. പാസ്റ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട്. ഫ്രീ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു MCQ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ നമ്മളുടെ ക്ലാസ്സിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ PDF മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് ക്ലാസ്സിൻ്റെ ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ആരുടെയും ഫ്രണ്ട്സ് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഒരുപാട് കണ്ടന്റ്സ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ്, ഇപ്പോൾ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുക, ഇനിയും കുറേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൺ ഡിമാൻഡും ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതൊരു സ്പെസിഫിക് ടോപ്പിനെ കുറിച്ച് ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ അതിനെക്കുറിച്ച് പിന്നെ ഒരാൾ പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സൈനിങ് ഓഫ്.